ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2201. ഇന്ന് ജനുവരി മാസം 9-ാം തീയതി. സത്യം പറഞ്ഞ നമ്മൾ പണ്ടേ ഇത് തിരിച്ചറിയേണ്ടതാണ്. മടുപ്പില്ലാതെ അടുപ്പത്തോടെ കഴിയാനായിട്ട് ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ടോ? വേണ്ടതാണ്. എത്രയും വേഗം അത് ചെയ്യണം. മടുപ്പില്ലാതെ അടുപ്പത്തോടെ കഴിയാനായിട്ട്, വഴക്കിടാനായിട്ട്, അകലാനായിട്ട്, പിരിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുകയേ വേണ്ട. 100-ലധികം കാരണങ്ങൾ എപ്പോഴും ഇങ്ങനെ തിളങ്ങി ഉയർന്നു നിൽപ്പുണ്ട്. ജീവിച്ചു കിട്ടുന്ന ചില വലിയ പാഠങ്ങളുണ്ട്. എല്ലാവരും ഒന്നും നമ്മുടേതല്ല. സ്നേഹത്തോടെ വെച്ചു നീട്ടിയ പല പൊതികളിലും വിഷം തീണ്ടുന്ന അനുഭവം ഉണ്ടാവുന്നു മനുഷ്യർക്ക്. മനുഷ്യനേറ്റത് ഏറ്റവും വലിയ മുറിവേതാണ്. അത് ഏതായുധം കൊണ്ടാണ്? കള്ളങ്ങൾ കൊണ്ടാണ്. വിശ്വസിച്ചവർ പറഞ്ഞതും ചെയ്തതുമായ കള്ളങ്ങൾ കൊണ്ട്. എല്ലാം ഒന്നും സ്നേഹമല്ല എന്നും നമ്മൾ പതിയെ തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാം ഒന്നും സ്നേഹമല്ല. സഹിക്കാനാവാത്ത വിശപ്പോടെ അലഞ്ഞെടുക്കുന്ന ആട് ഒടുവിൽ എത്തിപ്പെട്ടത് ഒരു പാറക്കെട്ടിന്റെ മുകളിലാണ്. ചുറ്റും നോക്കുമ്പോൾ അല്പം പോലും പച്ചപ്പ് കാണാനില്ല. അപ്പോഴാണ് ആരോ തന്നെ വിളിക്കുന്നത് കേട്ടത്. താഴോട്ട് നോക്കിയപ്പോൾ ഒരു ചെന്നായി വളരെ സൗമ്യതയോടെ പറയുകയാണ്, ഇങ്ങോട്ട് പോന്നോളൂ, ഇവിടെ നിറയെ പച്ചിലകളുണ്ട്, നല്ല മധുരമുള്ള പച്ചിലകൾ. ആ സ്നേഹത്തെ ആട് പക്ഷേ വേഗം തിരിച്ചറിഞ്ഞു. ആണോ, മധുരമുള്ള പച്ചില അവിടെ ഉണ്ടോ? പക്ഷെ എനിക്കൊന്നറിയാം, എന്റെ വിശപ്പ് മാറ്റാനല്ല നീ എന്നെ അങ്ങോട്ട് വിളിക്കുന്നത്, നിന്റെ വിശപ്പ് മാറ്റാനാണ്. അല്ലേ? ആ ഒരു തിരിച്ചറിവിലേക്ക് മനുഷ്യനെത്തണ്ടേ. പലതും സ്നേഹമല്ലാതെ തിരിച്ചറിയണം. എല്ലാവരും നമ്മുടേതല്ലെന്ന്. ഒരാളെ വിശ്വസിക്കാമോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല വഴി അയാളെ ഒന്ന് വിശ്വസിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. അതും ശ്രദ്ധയിലും ജാഗ്രതയിലുമായിരിക്കണമെന്നേ ഉള്ളൂ. മടുപ്പില്ലാതെ അടുപ്പത്തോടെ നമുക്ക് കുറെ കാലം കൂടി കഴിഞ്ഞു മതിയാവും. അതിനുവേണ്ട കാരണങ്ങൾ, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ അവനവൻ തന്നെ കണ്ടെത്തിയേ മതിയാവും. വെറുക്കാനും വഴക്കിടാനും അകലാനുമൊക്കെ എന്തുമാത്രം കാരണങ്ങൾ ഇങ്ങനെ സ്വാഭാവികമായി ഒഴുകിയെത്തുന്നുണ്ട്. അവയൊന്ന് പ്രതിരോധിക്കണ്ടേ, അവയൊന്ന് മറികടക്കണ്ടേ. അതിന് യേശു എന്ന് പറയുന്ന ഒരു ഊർജവും വെളിച്ചവും പ്രചോദനവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതൊരു ജാഗ്രത കൂടിയാണ്. ആമേൻ.